അടുത്ത് രണ്ടാമത്തെ ക്ലോസ് ആണ്. രണ്ടാമത്തെ ക്ലോസിൽ മലങ്കര സഭ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടതും. അപ്പൊ ഏതാണ് ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ, ഓർത്തഡോക്സ് സുറിയാനി സഭ? ഈ രണ്ട് ക്ലോസുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ പോലും സൂര്യന് കീഴെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അർത്ഥം. കാരണം ഇത് ഒരു തരത്തിലും മനസ്സിലാവില്ല. ആദ്യം പറയുന്നത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കീസ് ആകുന്നു. അടുത്തത് മലങ്കര സഭ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടതും. അടുത്തത് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയുമാകുന്നു. അപ്പൊ ഇതേതാണ് ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ. ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടതാണോ അതോ അതിന് പുറത്തുള്ളതാണോ? ഇതെന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ചർച്ചിനെയാണോ, ചർച്ച് ഓഫ് ദ ഈസ്റ്റിനെയാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇത്? അപ്പൊ ഇത് ഒരിക്കലും ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ഒരു വേഡ് പ്ലേ അവിടെ നടത്തിയിരിക്കുകയാണ്. അടുത്തത്, ഓർത്തഡോക്സ് സുറിയാനി സഭയെ ചില കാരണങ്ങളാൽ പിശകായി യാക്കോബായ സഭ എന്നുകൂടെ പേര് പറഞ്ഞു വരുന്നത് പോലെ മലങ്കര സഭയെയും അതേ കാരണങ്ങളാൽ യാക്കോബായ സഭ എന്ന് പേര് പറഞ്ഞു വരുന്നുണ്ടെങ്കിലും അതിനുള്ള പൂർവികമായ സാക്ഷാൽ പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നാകുന്നു. ഇത് യാക്കോബായ സഭ എന്ന് പിശകായി വിളിച്ചു വരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ പിശകായി വിളിച്ചു വരുന്നത്? അപ്പൊ ഇതൊരു അപമാനിക്കലാണ്. എവിടെയാണ് പൂർവികമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ ഏത് രേഖയിലുള്ളത്? പൂർവികമായ രേഖകളിൽ മുഴുവൻ യാക്കോബായ സഭ എന്നാണ് ഉള്ളത്. അതൊരിക്കലും പിശകായിട്ട് വിളിച്ചതല്ല, അതായിരുന്നു ആ സഭയുടെ പേര്. ഇപ്പൊ ഈ ഭരണഘടന എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പിതാവിന് ഇപ്പൊ മത്തായി എന്നാണ് പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണൊരു കോങ്കണ്ണാണ്. അപ്പൊ നാട്ടുകാർ അദ്ദേഹത്തെ പൂക്കണ്ണൻ മത്തായി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു രേഖ എഴുതുമ്പോൾ എന്റെ പിതാവിന്റെ പേര് മത്തായി ഏബ്രഹാം എന്നാണ്, എന്നാൽ അദ്ദേഹത്തെ പിശകായി പൂക്കണ്ണൻ മത്തായി എന്നുകൂടെ വിളിച്ചിരുന്നു എന്ന് എഴുതി വെക്കൂ. അപ്പൊ ഇതൊരു അപമാനിക്കലാണ്. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രം ബാലിശമായി ആണ് ഒരു ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളത്. ഈ 34 ഭരണഘടന എന്ന് പറഞ്ഞാൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ ഭരണഘടനയുടെ ഉള്ളടക്കം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. അപ്പോൾ അതൊരു അബദ്ധമാണ്. യാക്കോബായ സഭ എന്നത് അതിന്റെ പൂർവികമായ പേരാണ്. അത് റെക്കോർഡുകളിൽ, രേഖകളില്, സർക്കാരിന്റെ സെൻസസ് രേഖകളിലൊക്കെ യാക്കോബായ സഭ എന്നാണുള്ളത്. നിങ്ങൾ പൂർവികമായ പൂർവികം വേണ്ട, തൊട്ടു മുമ്പുള്ള സർക്കാർ രേഖകൾ നോക്കൂ, സർക്കാരിന്റെ സെൻസസ് രേഖകൾ നോക്കൂ. അതിനകത്തെല്ലാം യാക്കോബായ സഭ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ സെൻസസ് രേഖകളിലൊന്നും ഈ ഓർത്തഡോക്സ് സഭ എന്നില്ല, സർക്കാർ രേഖകളില്ല. പിന്നെ പൂർവികമായിട്ട് ഇങ്ങനെയായിരുന്നു പേരെന്ന് ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നത്. അടുത്തത്, വിശുദ്ധ മാമോദിസ കൈക്കൊണ്ടുവരും, വിശുദ്ധ തൃത്വത്തിന്റെ ദൈവത്വം, പുത്രന്റെ മനുഷ്യാവതാരം, പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട്, വിശുദ്ധ സഭ എന്നിവയിലും അവയിൽ നിക്കാ വിശ്വാസ പ്രമാണത്തിന്റെ ഉപയോഗം, വിശുദ്ധ പാരമ്പര്യങ്ങളുടെ ദൈവനിശ്വാസം, ദൈവമാതാവിന്റെ വിശുദ്ധമാരുടെ മധ്യസ്ഥത, മരിച്ചവരുടെ ഓർമ്മ, 7 കൂദാശകളുടെ കർമ്മങ്ങൾ, നോമ്പ് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ എന്നിവയിൽ വിശ്വാസമുള്ളതും അവയെ അനുഷ്ഠിക്കേണ്ട ബാധ്യത സ്വീകരിച്ചിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്നതാകുന്നു. ഈ സഭ അംഗീകരിച്ചിരിക്കുന്ന കാനോൻ ബാർ അബ്രായാൽ എഴുതപ്പെട്ട ഹൂദായ കാനോൻ ആകുന്നു. കണ്ടോ? 5ാമത്തെ ക്ലോസ്, നോട്ട് എ പോയിന്റ്. ഈ സഭ അംഗീകരിച്ചിരിക്കുന്ന കാനോൻ ബാർ അബ്രായാൽ എഴുതപ്പെട്ട ഹൂദായ കാനോൻ ആകുന്നു. സുറിയാനി സഭയുടെ മഫ്രിയാനോ ആയിരുന്ന ബാർ അബ്രായ 11ാം നൂറ്റാണ്ടിൽ എഴുതിയ കാനോനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത നിങ്ങൾ നോക്കട്ടെ, ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു 1898 ആണ്ട് പാരീസ് പട്ടണത്തിൽ അച്ചടിച്ചിട്ടുള്ളത് ഈ കാനോൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആവശ്യം എന്താണ്? ഇവർ ഉപയോഗിക്കുന്ന കാനോൻ പാരീസ് കാനോൻ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ കാനോനാണ്. ബാറബ്രായുടെ ഹൂദായ കാനോനിൽ നിന്ന് പകർത്തിയെടുത്തതും തിരുത്തലുകളും ഭേദഗതികളും വ്യാപകമായി വരുത്തിയതുമായ കത്തോലിക്ക സഭയുടെ ഒരു പുരോഹിതനായിരുന്ന പോൾ ബഡ്ജൻ എന്ന് പറയുന്ന ആള് പാരീസിൽ വെച്ച് പ്രിന്റ് ചെയ്ത കാനോനാണ് പാരീസ് കാനോൻ. അതായത് കത്തോലിക്ക സഭയുടെ പോൾ ബഡ്ജൻ എന്ന് പറയുന്ന പുരോഹിതൻ 1898 പാരീസിൽ ഹൂദായ കാനോൻ കോപ്പി അടിച്ച് ഒരു കാനോൻ ഉണ്ടാക്കി. ആ കാനോനാണ് പാരീസ് കാനോൻ. അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്ന കാനോൻ പാരീസ് കാനോനാണെന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇവർക്ക് സുറിയാനി സഭയുമായിട്ട് ബന്ധമുണ്ടെന്ന് വരുത്തണം.
അപ്പൊ തങ്ങളുടേത് കത്തോലിക്ക സഭയുടെ പാരീസ് കാനോനാണ്, അല്ലെ കത്തോലിക്ക പുരോഹിതനായ പോൾ ബഡ്ജൻ പ്രിന്റ് ചെയ്ത പാരീസ് കാനോനാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നെഴുതാനുള്ള ആർജവത്വമില്ല. അതിന് ഇവിടെ പൂർവികമായ യാക്കോബായക്കാരുടെ പള്ളികളിലും സ്വത്തുക്കളിലും കണ്ണുവെച്ച് അത് തങ്ങളുടെ നിയന്ത്രണത്തിലും വരുതിയിലും ആക്കി തീർക്കേണ്ടതിന് അവിടെയും എഴുതി ആരെ പിടിച്ചു? 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി സഭയുടെ മഫ്രിയാനോ ബാറപ്രായ എഴുതിയ കാനോനാണ്. എന്നിട്ട് ബ്രാക്കറ്റിൽ പാരീസിൽ അടിച്ചതും അത് തന്നെയാണ്. ഇതാണ് ഈ ഒരു ഭരണഘടനയാണ്. നിങ്ങൾ ഓർക്കണം എത്രമാത്രം വഞ്ചനാപരമായ സമീപനമാണ് ഈ ഭരണഘടനയിൽ നമ്മൾ കാണുന്നത്.